അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത കുറച്ച് സിനിമയും അതിന്റെ ക്രൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സിനിമ എന്ന് പറയുന്നത് കോക്ടെയിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. കോക്ടെയിൽ എന്ന് പറഞ്ഞ സിനിമ 2010 ഇറങ്ങിയ സിനിമയാണ്. അതിൻ്റെ അത് ക്രൂവും കാര്യങ്ങളും നോക്കാൻ പോകണമെങ്കിൽ ജയസൂര്യ, സമർഥ സിംഗ്, അനൂപ് ഇവരൊക്കെയാണ് ഒരു 3 ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരളി ഗോപിയുടെ സിനിമയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. 2013 ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഇന്ദ്രജിത്ത് ഉണ്ട്, മുരളി ഗോപി ഉണ്ട്. പിന്നെ അടുത്ത മൂവി എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ വർഷം വരുന്നത് റിലീസായത് 2014 പടം റിലീസായത്. അതിൻ്റെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ മുരളി ഗോപി ഉണ്ട്, പിന്നെ ഫഹദ് ഉണ്ട്, ഹണി റോസ് ഉണ്ട്. 3 ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. പിന്നെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ 2017 ഇറങ്ങിയ കാറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ ക്രൂ വരുന്നത് ആസിഫ് അലി വരുന്നുണ്ട്, മുരളി ഗോപി വരുന്നുണ്ട്, ലക്ഷ്മി വരുന്നുണ്ട്. ഇതിന് 3 പേരുമാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ സിനിമയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരു കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. അതിനകത്ത് വരുന്നത് ക്രൂ വരുന്നത് ആസിഫ് അലി ഉണ്ട്, ഫർഹാൻ ഫാസിൽ ഉണ്ട്, മുകേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ലാൽ ജൂനിയർ വരുന്നുണ്ട്, ജീൻ പോൾ ലാലാണ് വരുന്നത്. ഇപ്പം ഇവർ 4 പേരാണ് ഒരു മെയിൻ ക്യാരക്ടറിൽ തിളങ്ങി നിൽക്കുന്നത്.